വളരെ ഭീകരമായിട്ടുള്ളൊരു സമരം. നിരാഹാരം KSU പ്രസിഡന്റ് നിരാഹാരം കിടന്ന സമരം, ഭയങ്കര സമരം. ആ സമരം നടക്കുമ്പോൾ ഞങ്ങളോട് CPM-നായാലും പിണറായി വിജയൻ്റെ ഗവൺമെൻറ്റിനായാലും തീർത്താത്ത വൈരാഗ്യം ഉണ്ടായിരുന്നു. അത് ഞങ്ങൾക്ക് മനസ്സിലായത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റിമാൻഡ് ചെയ്ത് ഞങ്ങൾ ജയിലിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ ഒരു പൊളിറ്റീഷ്യൻസിനകത്ത് പൊളിറ്റിക്കൽ കേസുകൾക്കകത്ത് വരുന്ന ആളുകളെ സാധാരണ ക്രിമിനൽസ് ബാക്കി കേസുകളായിട്ട് വരുന്ന ഒരുപാട് ആളുകളുണ്ടാവുമല്ലോ അവിടെ. കൊലക്കേസ് വരുന്ന ആളുകളുണ്ട്, റെപ്പ് കേസുണ്ട്, പല കേസുകളുണ്ട്. അവരിൽ നിന്നും വ്യത്യസ്തമായിട്ടായിരിക്കും നമ്മളെ ട്രീറ്റ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് വേറെങ്കിലും പ്രയോറിറ്റിയോ നമുക്കൊരു പ്രിവിലേജോ തരുമെന്നല്ല, നമുക്കൊരു ഒരു മാന്യത കിട്ടും. ഒരു മാന്യതയും കിട്ടാതെ അവർക്കൊപ്പം പണിഷ്മെൻറ്റ് സെല്ല് എന്ന് പറഞ്ഞാൽ അതൊക്കെ ആലോചിക്കുമ്പോൾ ഇപ്പോഴും ഭീകരമാണ്. ആ പണിഷ്മെൻറ്റ് സെല്ലിൽ ഞങ്ങൾ 13 പേർ ഞങ്ങൾ 20 ദിവസം കഴിച്ചു കൂട്ടുന്ന സാഹചര്യം. ഈ പണിഷ്മെൻറ്റ് സെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് കാണില്ല, ഫാനെല്ലാം കാണില്ല, ലൈറ്റ് കാണില്ല. അതിനകത്ത് തന്നെ ആയിരിക്കും ടോയ്ലറ്റും. ഒരു 4 പേർക്ക് നിൽക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് ഒരു 5-6 പേരെ കുത്തിനിരുക്കി കിടന്നുറങ്ങുമ്പോൾ ഒരാളുടെ നെഞ്ചിലായിരിക്കും കാലി വയ്ക്കുന്നത്. അത്രയും സ്ഥലമേ ഉള്ളൂ. അങ്ങനെ കിടന്നിട്ടുള്ള സാഹചര്യങ്ങൾ പോലും ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു സമയമായിരുന്നു അന്നത്തെ ജയിൽവാസം ഞാൻ ഓർക്കുമ്പോൾ.